ഈ ജാതകക്കാർ തമ്മിൽ മുൻജന്മ ബന്ധമുണ്ട്. ദീർഘ സുമംഗലീ ഭവ. തിരുമേനി ഒരു 2-3 കക്കെടുത്ത് ആ ശൂലൊന്ന് വെച്ച് നോക്കി ഒക്കെ ശരിയാവും. ഉണ്ടാതിരിക്കണോ ശുംഭൻ. അതിരിക്കട്ടെ, ആരാണ് ഈ പയ്യന്റെ ജാതകം കൊണ്ടുവന്ന വിദ്വാൻ? വിദ്വാൻ. ആഹാ, ഞാൻ ഈ ആളട്ടോ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട്. മനോഹരേട്ടാ, ഇതങ്ങടിച്ച്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷെ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? ഞാനുള്ളപ്പോ മനോഹരേട്ടൻ എന്തിനാ വിലയെ പറ്റി വേവലാതിപ്പെടുന്നത്? ഞാൻ പറയാൻ പോകുന്നത് കേട്ട് നീ തളരരുത്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സംഭവിക്കുള്ളൂ. ഡൈവേഴ്സ് ചെയ്ത രണ്ടാമതോടെ സംഭവിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ആ തീരുമാനം എടുക്കാൻ. അതിന് നമ്മൾ ഈ തീരുമാനം എടുത്തതാണല്ലോ. മനോഹരേട്ടനാണ് എന്നെ കൊണ്ട് അത് എടുപ്പിച്ചത്, അല്ലേ? അതെ അല്ലേ? അതെ, ഞാനായിട്ട് കൊണ്ടുവന്ന ആലോചന. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ എന്നോട് സത്യം പറയാം. മനോഹരേട്ടാ വേണ്ട, എനിക്കിനി പിടിച്ചേക്കാൻ പറ്റില്ല. എന്തിനാ പിടിച്ചേക്കണേ? കുടുക്കി. മനോഹരേട്ടാ, മനോഹരേട്ടൻ പറ. സീനിയേഴ്സിന്റെ ക്രൂരമായ റാഗിങ്ങിൽ സമനില തെറ്റിയവൾ 2 ആഴ്ച അവിടുത്തെ കുന്തരവല്ലി ഹോസ്പിറ്റലായിരുന്നു. അതായത് ഇവിടുത്തെ കുതിരവട്ടം. സ്നേഹം കൂടിയിൽ ഏത് നിമിഷവും വയലന്റ് ആവുന്ന ഒരു അവസ്ഥ. ആത്മഹത്യാ പ്രവണതയുള്ള ഒരു പ്രത്യേകതര അസുഖം, ബ്രെയിൻ റെസൽമാനിയ ഐഡ്രോപ്സ്. മരുന്ന് കൊണ്ട് മാറില്ല എന്ന് ഉറപ്പായപ്പോഴാ കല്യാണം കഴിപ്പിച്ച ഒരു മാറ്റം ഉണ്ടാവുന്ന ഡോക്ടർമാർ പറഞ്ഞത്. അത്രയ്ക്ക് മോശമായിരുന്നു അവളുടെ അവസ്ഥ. ലക്ഷത്തിൽ 1-2 പേർക്ക് സംഭവിക്കാവുന്ന ഒരു മാരകമായ രോഗമാണ് ഈ പറഞ്ഞ ഐഡ്രോപ്സ്. ഇവക്കടെ അമ്മയ്ക്ക് ഈ ഐഡ്രോപ്സ് ആയിരുന്നു. അത്താഴൂണ് കഴിഞ്ഞ് കൊച്ചിനെ എടുത്തുകൊണ്ട് പല്ലിന്റെ ഇട കുത്തിക്കൊണ്ടിരുന്ന സ്ത്രീയാ വെറുതെ കാറ്റുകൊള്ളാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കായലിൽ ചാടി ആത്മഹത്യ ചെയ്ത്. ആ കുഞ്ഞിനെ മനോഹരേട്ടനെ രക്ഷപ്പെടുത്തിയത്. അതെ, അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിഞ്ഞാൽ മാറുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് വാങ്ങാനത് ചെയ്തത്. പക്ഷേ ഇനി ഞാൻ നിന്നോട് പറയാതിരുന്ന ഞാൻ നിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഞാനായിട്ട് കൊണ്ടുവന്ന ആലോചന ഞാനായിട്ട് ഞങ്ങൾ മാറ്റാം.